أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد ആദരണീയരായ പണ്ഡിതന്മാരെ, സ്നേഹ സുഹൃത്തുക്കളെ, 112ാമത്തെ ക്ലാസ്സിലേക്കാണ് ഇന്ന് നമ്മൾ പ്രവേശിക്കുന്നത്. രണ്ടാമത്തെ ജമ്മിന്റെ അവസാന ഭാഗം. വഖത്തമ്മ ജംഉൽ ജവാമിഇ. ജംഉൽ ജവാമിഇ പരിപൂർണമായി. ഇൽമാൽ പരിപൂർണമായി. ഇൽമൻ എന്ന് പറയുന്നത് തമ്മീസുൻ, തർക്കീബ് തമ്മീസാണ്. മിൻ നിസ്ബത്തി തമാമി, തമാമ് എന്നതിന്റെ നിസ്ബയിലേക്കുള്ള തമ്മീസാണ്. അപ്പൊ പരിപൂർണമായി, എന്തിനാൽ പരിപൂർണമായി? ആ നിസ്ബ എവിടെ ഉണ്ട്? ആ നിസ്ബക്കുള്ള തമ്മീസായി വരുമ്പോ ഇൽമൻ, അറിവാൽ പരിപൂർണമായി എന്ന. അപ്പൊ അതിനെ എങ്ങനെ വിശദീകരിക്കാം? ഐ തമ്മ ഹാദൽ കിതാബു, ജംഉൽ ജവാമി എന്ന കിതാബ് പരിപൂർണമായി. മിൻ ഹൈസുൽ ഇൽമു, അറിവി എന്ന നിലപാടിലൂടെ ഇൽമിന് അർത്ഥം മാറും. അയൽ മസാഇലു, മസ്അലകൾ. അപ്പൊ മഅലൂമാത്തുകളാണ് ഇൽമിന്റെ അർത്ഥം. മസ്അലകൾ, എങ്ങനത്തെ മസ്അലകൾ? അൽ മഖ്സൂദു ജംഉഹ, ആ മസ്അലകളെ ഒരുമിച്ച് കൂട്ടൽ ഫീഹി, കിതാബിൽ കരുതപ്പെട്ടതാണ്. ജംഉൽ ജവാമിഇ എന്ന് പറയുന്ന ഈ ഗ്രന്ഥത്തിൽ ആ മസ്അലകളെ ഒരുമിച്ച് കൂട്ടൽ കരുതപ്പെട്ടു. അങ്ങനത്തെ മസ്അലകളാണെന്ന ഹൈസിയത്തിൽ കൂടെ ഈ കിതാബ് പരിപൂർണമായി എന്നാണ് തമ്മ ജംഉൽ ജവാമിഇ ഇൽമൻ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. ഇനി വഖാറൽ മുസന്നിഫു, മുസന്നിഫ് അവറുകൾ പറയുന്നു, യജൂസു, ജായിസാകും, അൻ യകൂന ഇൽമൻ, ഇൽമൻ എന്നത് ആവല് മഅമൂൽ ജവാമിഇ, ജവാമിഇന്റെ മഅമൂലായിട്ട് വരാം. തമ്മയുടേതല്ല, ജവാമിഇന്റെ മഅമൂലായിട്ട് വരിക. അപ്പൊ ജവാമിഇ എന്നത് ഇൽമൻ, ഇൽമിനെ ഒരുമിച്ച് കൂട്ടുക. അപ്പൊ ഇൽമിനെ എന്താവുക? ഒരുമിച്ച് കൂട്ടലുക എന്നുള്ളതായ സംഗതി. അപ്പൊ ജവാമിഇന്റെ മഅമൂലാക്കിയിട്ട് ഇൽമിനെ കൊണ്ടുവരിക. വലാ യഹ്സുനു അൻ യകൂന മുതഅല്ലിഖൻ ബി തമ്മ, ഇൽമി എന്നതിനെ തമ്മയോട് ബന്ധിപ്പിച്ച് കൊണ്ടുവരുന്നതിന് വലിയ ഫായിദൊന്നുമില്ല, അല്ല ഗുണമില്ല, അത് നല്ലതല്ല. എന്താ കാരണം? ഇതിലാ ഫായിദത്ത ഫീ ഖൗലിനാ തമ്മ ഹാദാ ഇൽമൻ, ഈ കിതാബ് ഇൽമാൽ പരിപൂർണമായി എന്ന് നമ്മൾ പറഞ്ഞാൽ അതിൽ വലിയൊരു ഫലം കിട്ടുന്നില്ല. അത് തന്നെയാണ് കാരണം. അങ്ങനെ ഫലമില്ല എന്ന് പറയാൻ കാരണം ഫഇന്ന തമാമഹു, നിശ്ചയമായിട്ടും ഇൽമാൽ, ഈ കിതാബ് പരിപൂർണമാവുക എന്നുള്ളത് മഅലൂമും മഅറൂഫനും, അത് അറിയപ്പെട്ടതും അതുപോലെ തന്നെ മഅലൂമായൊരു കാര്യമാണ് തമാമ്. പിന്നെ എന്താ ഇൽമാൽ ഇവിടെ തമാമായി എന്ന് പറഞ്ഞാൽ എന്ത് ഫായിദ അതിലുള്ളത്? ഒന്നുമില്ല. അങ്ങനെ മുസന്നിഫ് പറഞ്ഞു. എങ്കിൽ ഇവിടെ നമുക്കൊന്ന് മനസ്സിലാക്കാം. വലാ യഖ്ഫ മാ ഫീഹി, മുസന്നിഫ് പറഞ്ഞ ആ മഅലൂലായ കാര്യത്തിലുള്ള സംഗതി എന്താണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം, അത് നിഗൂഢമല്ല. ഇതിലാ യൽസമു മിൻ തമാമിഹി ജംഅൻ, ഇൽമാൽ അതായത് ഈ ഇൽമു പരിപൂർണമായി, കിതാബ് എന്തായി? പരിപൂർണമായി. എന്തിനാൽ പരിപൂർണമായി? ജമൻ, ഒരുമിച്ച് കൂട്ടൽ, ഒരുമിച്ച് കൂട്ടലിനാൽ പരിപൂർണമായി എന്നതിനാൽ ലാസിമാവൂലല്ലോ തമാമുഹു ഇൽമൻ, ഈ ഇൽമ് എന്താണെന്നറിയുമോ? ഈ കിതാബ് ഇൽമാൽ പരിപൂർണമായി, ജമുൽ ജവാമി ഇൽമാൽ പരിപൂർണമായി എന്നത് ജമുൽ ജവാമി തമാമായി എന്നതിനാൽ ലാസിമാവൂലല്ലോ എന്നാണ്. അവിഹി, അപ്പോൾ ഈ പറഞ്ഞതിലുണ്ട് ഫായിദത്തുനൊരു ഫായിദയുണ്ട്. നിസ്ബത്തിൽ അവലി, ആദ്യത്തിലേക്ക് ചേർത്തി നോക്കുമ്പോ ഈ പറഞ്ഞതിൽ എന്തുണ്ട്? ഫായിദയുണ്ട്. അപ്പൊ ഇൽമൻ എന്ന് പറയുന്നതിനുള്ള ചർച്ചയാണ് ഇപ്പൊ ഇത്രയും കഴിഞ്ഞത്. അപ്പൊ ഈ ജമുൽ ജവാമിഇ ഇൽമാൽ, അല്ലെങ്കിൽ എന്താണെന്നറിയാമോ, അല്ലെങ്കിൽ ജവാമിന്റെ മഅമൂലാക്കിയിട്ട് ഇൽമ്, എങ്ങനെ അത് പരിപൂർണമായി? എങ്ങനത്തെ ജമ്മ്? അൽ മുസ്മിഉ കലാമഹു, ഈ ജമ്മുൽ ജവാമിയുടെ കലാമിന് ഇത് കേൾപ്പിക്കുന്നതാണ്. ഇനി ഈ കിതാബിന്റെ സവിശേഷതയാണ് പറയാൻ പോകുന്നത്. ആദാനം സുമ്മൻ, കേൾവികൾ ഒന്നുമില്ലാത്തതായ കാതുകളെ ഇത് കേൾപ്പിക്കുന്നുണ്ട്. അല്ലാത്തി, കൊണ്ടുവരുന്നതുമാണ് ഈ ജമ്മുൽ ജവാമി. മിൻ ഹാസിൻ മഹാസിനി,
നല്ല കാര്യങ്ങൾ ഏതെല്ലാം ഉണ്ടോ അതിൽ മെച്ചമായ കാര്യങ്ങൾ ഇത് കൊണ്ടുവരുന്നതാണ് ബിമാ വന്നുകൊണ്ട്. യൻളുറുൽ കണ്ണ് കാണാത്ത ആൾ വരെ നോക്കിക്കൊണ്ടിരിക്കും. അത്രയും ആനന്ദകരമായിരിക്കുന്ന കാര്യത്തെ ഈ ജമ്മുൽ ജവാമി കൊണ്ടുവരും. കേൾക്കാൻ പ്രയാസമുള്ള ആരാണെങ്കിലും ഈ കലാമിനെ കേട്ടുപോയിക്കൊണ്ടിരിക്കും. അത്രയും സുന്ദരമാണ് ജമ്മുൽ ജവാമി. ഇതെല്ലാം കിട്ടാൻ കാരണം എന്താന്ന് ചോദിച്ചാൽ അന്നവ് നിശ്ചയമായിട്ടും ജമ്മുൽ ജവാമി എന്ന് പറയുന്ന കിതാബ് അൽ ഖലീലി, ഈ ജമ്മുൽ ജവാമി എന്ന് പറയുന്ന ഈ കിതാബിന്റെ കുറഞ്ഞ പദങ്ങളുടെ നന്മ, കസീരി കുറഞ്ഞ പദങ്ങളിലൂടെ അധികമായ ആശയം നന്നാവുകയും ചെയ്യും. ഇത്തരം കാരണം കൊണ്ടാണ് യസ്തഹിറു ബൈനന്നാസി ഈ കിതാബ് ജനങ്ങൾക്കിടയിൽ എന്താണ് പ്രചാരപ്പെടുകയും ചെയ്തു. ഏതുവരെ പ്രചാരപ്പെട്ടു എന്നറിയാമോ? അസമോ, ചെവി കേൾക്കാൻ കഴിയാത്ത ആളുകൾക്ക് പോലും ഈ ജമ്മുൽ ജവാമി ഉറപ്പായി കിട്ടും. അപ്പോ എന്താ തഹഖീഖാകും ജമ്മുൽ ജവാമി ഇന്നതാണ് എന്നുള്ളത്. അപ്പോൾ കേൾക്കാത്ത ഒരാൾ അതിനെ കേട്ടതുപോലെയാകും. കണ്ണ് കാണാത്ത ആള് ഇതിനെ കാണുമ്പോ അന്നോ യന്ദുറുഹു, അവരും ഇത് തഹഖീഖാക്കുമ്പോൾ അത് അതിലേക്ക് നോക്കുന്ന പോലെയുണ്ട് എന്ന്. അപ്പോ അത്തരം ആളുകൾക്ക് പോലും കണ്ണുവട്ടെന്നും ചെവിവട്ടം എന്നല്ലതിന്റെ അർത്ഥം. അത്രയും നന്മ ഈ ജമ്മുൽ ജവാമിക്കുണ്ടെന്ന് അറിയിക്കുകയാണ്. ഈ പറഞ്ഞ വാക്കുകള് അഹമാസമകൾ കേൾക്കുന്നു പറഞ്ഞല്ലോ. ഇത് കമാ മുസന്നിഫ് അവറുകൾ പറഞ്ഞതുപോലെ മൻസഉം ഖൗലി അബിത്വയ്യിബ്, അബുത്വയ്യിബ് എന്ന അവിടെ വാക്കിൽ നിന്ന് പിടിച്ചെടുക്കപ്പെട്ടതാണ്. എന്താ അബുത്വയ്യിബ് പറഞ്ഞത്? അനല്ലദീ നളറൽ അഅ്മാ ഇലാ അദബി വഅസ്മഅത് കലിമാതി മൻ ബിഹി സമമു. ഞാൻ ആരാണ്? ഞാൻ ഒരാളാണ്. നളറൽ അഅ്മാ, കണ്ണ് കാണാത്ത ആള് എന്റെ മര്യാദയിലേക്ക് ആൾ നോക്കി. വാസ്മദ് കൈമാത്തി, എന്റെ വചനങ്ങൾ കേട്ടു. മൻ ബിഹി സമമൻ, കേൾക്കാൻ കഴിവില്ലാത്ത ഒരാൾക്ക് കേൾപ്പിച്ചു കൊടുത്തു എന്റെ ഈ കലിമത്തുകളെ എന്നാ. ആ വാക്കാണ് അബുത്തയ്യു പറഞ്ഞത്. ഇവിടെ അഴമ അതുപോലെ സമം എന്നൊക്കെ ഉണ്ട്, അതിന് പിടിച്ചെടുത്ത് പറഞ്ഞതാണ് ഈ വാക്ക്. വനബ്ബഹ മുസന്നിഫ് ഉണർത്തി എന്തിന്റെ മേലിൽ? അല അന്ന മുഖാലഫതുഹു ലഹു, മുസന്നിഫ് അവറുകൾ അബുത്തയ്യിബിനോട് എതിരായിട്ടുണ്ട്. ഇവിടെ എന്ത് വിഷയത്തിലാ എതിരായത്? സംഇ എന്നതിനെ പറഞ്ഞതിൽ ഖബ്റൽ ബസരി, ബസറിന്റെ മുമ്പ്. ബസർ പറഞ്ഞിട്ട് സമ പറഞ്ഞു. അങ്ങനെയല്ല, ഇവിടെ ആദ്യം മുസ്ലിം പറഞ്ഞു, പിന്നെ അഅ്മ. അപ്പൊ ബസറിന്റെ മുമ്പ് സംഇനെ പറഞ്ഞു. ഇവിടെ അബുത്തയ്യിബിനോട് മുസന്നിഫ് എതിരായിട്ടുണ്ട്. അതെന്താന്ന് ചോദിച്ചാല് ലിത്തഅസ്സിബിൽ ഖുർആനി, അത് ഖുർആൻ കൊണ്ട് തുടർന്നതിന് വേണ്ടിയിട്ടാണ് എതിരായത്. ഖുർആൻ ആദ്യം എന്ത് പറയുന്നു? സംഇനെ പറയുന്നു, പിന്നെ ബസർ. അതൽക്ക് വഫീ ദിക്രിഹിൽ ഇസ്മാഇൽ ആദാനി, ഇനി ചെവികൾക്ക് ഇസ്മാ, അപ്പോൾ ഇസ്മാഇൽ ആദാനി എന്നല്ല, മുസ്ലിമിന് ഇസ്മാ ഉണ്ടാവണം. അപ്പൊ ഈ ഇസ്മായിലെ മുസന്നിഫ് പറഞ്ഞതിൽ എതിരായി അബുത്വയ്യിബിനോട്. ലിൽ ആദാനി, ആദാനാണ് ഇസ്മായിലെ മുസന്നിഫ് പറഞ്ഞത്. ലാലി സ്വാഹിബിഹ, ഇതിനുடைய ആളിലേക്ക് എന്ന് പറയാതെ ആദാനിലേക്ക് ചേർത്തി പറഞ്ഞു ഇസ്മായിലെ. അങ്ങനെ എതിരായതിൽ അന്നഹു നിശ്ചയമായിട്ടും അങ്ങനെ പറയുന്നു ഇസ്മാഉൽ ആദാനി എന്നുള്ളത് അബ്ലഗു, അതാണ് ഏറ്റവും സാഹിത്യമായി പറയുമ്പോൾ ഏറ്റവും നല്ല യോജിപ്പ്. പിന്നെ പോലെ ഇസ്മാഉൽ ആദാനുള്ള ഇസ്മാഉൽ സാഹിബിയ, ആദാന്റെ അഥവാ ചെവിയുള്ള ആളുകൾക്കുള്ള ഇസ്മാനല്ലേ ആദാനുള്ള ഇസ്മാ എന്ന് പറഞ്ഞാൽ അവിടെ മജാസ് പ്രയോഗിച്ചൊക്കെ കൊണ്ടുവന്നു. അത് നല്ല കാര്യമല്ലേ? ഇങ്ങനെയൊക്കെയാണ് അതിനെക്കുറിച്ചുള്ള ചർച്ച. ഇങ്ങനെ കണ്ണ് കാണാത്ത ആളുവരെ നോക്കാൻ പറ്റുന്ന രൂപത്തിൽ ആനന്ദകരമായ രീതിയിലുള്ളത് കൊണ്ടുവരുന്നു. ആ കൊണ്ടുവരുന്നത് തന്നെ മജ്മുഅൻ, ഒരുമിച്ച് കൂട്ടപ്പെട്ടതായ സ്ഥിതിയിൽ, ജുമുഅൻ അധികമായ സ്ഥിതിയിൽ. മജ്മുഅൻ ജുമുഅൻ എന്നതിന്റെ അർത്ഥമായി കസീറ ജമു, അധികം ഒരുമിച്ച് കൂട്ടിയത് എന്നാണ്. ബഹുമ ഈ മജ്മുഅൻ എന്നതും ജുമുഅൻ എന്നതും ഹാലും മിൻ ലമീർ ആത്തി, ആത്തി എന്ന ഇതിലുള്ള ലമീറാണ്. അതിൽ ലമീർ ഉണ്ട്, ആ ലമീർ എന്ന ഹാലാണ്. കഥ ഈ പറഞ്ഞതുപോലെ തന്നെയാണ് ഹാലായിട്ട് വരും ഖൗലു മുസന്നിഫിന്റെ വാക്ക് മൗളൂഅൻ ദാ ഫളിൽ. ഈ ജമ്മുൽ ജവാമി കൊണ്ടുവരുന്നതാണ്. മൗളൂഅൻ വക്കപ്പെട്ടതായ സ്ഥിതിയാണ്. ദാ ഫളിൻ,
ഫളിലുടേതായിട്ട്, ലാ മഖ്തൂഅൻ ഫളിലുഹു അതിന്റെ ഫളിനെ മുറിക്കപ്പെടാത്ത രീതിയിൽ, അതിന്റെ ഫളിൽ എന്ത് ചെയ്യൂല, മുറിക്കപ്പെടുകയില്ല. വലാ മംനൂഅൻ ഈ കിതാബ് തടയപ്പെടുകയും ഇല്ല. അമ്മൻ യഖ്സുദുഹു അതിനെ കരുതി വരുന്ന ഒരാളെ തൊട്ട് തടയുമില്ല. എന്താ കാരണം എന്ന് ചോദിച്ചാൽ സുഹൂലത്തി ഇത് എളുപ്പമായതുകൊണ്ട് തന്നെ അപ്പൊ തടഞ്ഞു പോകൂല, ഒഴിവാക്കി പോകൂല. മർഫൂഅൻ അൻ ഹിമമി സമാനി കാലഘട്ടത്തിൽ ഉള്ള ഹിമം മനക്കരുത്തുകളെ തൊട്ട് ഉയർത്തപ്പെട്ടതായിട്ടും, മദ്ഫൂഅൻ അൻഹാ ആ കാലത്തിലെ സമാനിലെ ഹിമമുകളെ തൊട്ട് എന്ന് പറഞ്ഞ മനക്കരുത്തുകളെ തൊട്ട് തടുക്കപ്പെട്ടതായിട്ടും ഈ ജമ്മുൽ ജവാമി വരുന്നു. അപ്പോ മുസന്നിഫ് അവറുകളുടെ കാലഘട്ടത്തിൽ ഒരാൾക്കും ഇതുപോലത്തൊന്ന് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല എന്നർത്ഥം. അപ്പൊ മർഫൂഅൻ അൻ ഹിമമി സമാനി മദ്ഫൂ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അങ്ങനെയാ. അതുകൊണ്ട് ഫഅലൈക സഹോദര അയ്യുഹത്താലിബു ലിമാ തളമ്മനഹു ഈ ജമ്മുൽ ജവാമിയെ ഉൾപ്പെടുത്തിയതിനെ തേടുന്നവനെ നിന്റെ മേൽ നിർബന്ധമാണ്. ബിഹിഫ്ളി ഇബാറാത്തിഹി ഈ ജമ്മുൽ ജവാമിയിലുള്ള ഇബാറത്തുകളെ മനപ്പാടമാക്കൽ നിർബന്ധമാണ്. ലാ സിയ്യമ പ്രത്യേകിച്ചും മാ ഖാലഫ ഫീഹ ഗൈറഹു ജമ്മുൽ ജവാമി ഇബാറത്തുകളിൽ അതല്ലാത്ത മറ്റു കിതാബുകൾ എതിരായതുണ്ട്, അതും പ്രത്യേകമായി സൂക്ഷിക്കൽ നിർബന്ധമാണ്. ജമ്മുൽ ജവാമി അല്ലാത്ത മറ്റു കിതാബുകൾ ഏതുപോലേക്കൽ മുഖ്തസരി വൽ മിൻഹാജ്, മുഖ്തസർ, മിൻഹാജി എന്നിവ പോലെയാണ് മറ്റു കിതാബുകൾ. അതിനോടൊക്കെ എതിരായിട്ട് ഇതിൽ വന്നിട്ടുണ്ട്. അതൊക്കെ ശരിക്കും മനസ്സിലാക്കി വെച്ചോ. വയ്യാക്ക നിന്നെ നീ സൂക്ഷിക്കണേ, അന്തുബാദിറ നീ ഉളരല്ലേ. എന്തുകൊണ്ട് ഉളരുക? ബി ഇൻകാരി ഷൈഇൻ ഈ കിതാബിൽ നീ ഏതെങ്കിലും ഒന്നിനെ നിഷേധിക്കൽ കൊണ്ട് നീ ഉളരും. അത്തരം വളരുന്ന കാര്യത്തെ വളരെ ശ്രദ്ധിച്ചോ. എന്തിന്റെ മുമ്പ് ഉളരും? ഖബലത്ത അമ്മുരി വൽ ഫിക്റത്തി ഫീഹി ആ ഒരു സംഗതിയിൽ നീ എന്താണ് ആലോചിക്കുകയോ ചിന്തിക്കുകയോ ചെയ്യുന്നതിന് മുമ്പ് വേഗം എന്താവരുത്, ഇൻകാർ ചെയ്യാൻ വരരുത്, ആലോചിച്ചിട്ടായിരിക്കണം. അത്രയും വളരെ നന്നാക്കിയ രൂപത്തിലാണ് ഈ കിതാബ് കൊണ്ടുവന്നിട്ടുള്ളത് മനസ്സിലാക്കാം. അല്ലെങ്കിൽ അല്ലെങ്കിൽ നീ എന്താവുക വിചാരിക്കുന്നു, ഇംകാൻ ഇഖ്തിസാരിഹി ഈ ജമ്മുൽ ജവാമിയെ ചുരുക്കാൻ ഇനി പറ്റും എന്ന് നീ വിചാരിച്ചു പോകുന്നുണ്ട്. അതിനെയും നീ സൂക്ഷിക്കേണ്ടതുണ്ട്. മുഖ്തസറായിട്ട് ഇത് ഉണ്ടാക്കിയിട്ടുണ്ട്, ഒന്നും കൂടെ ചുരുക്കാൻ നീ ശ്രമിക്കുക. അങ്ങനെ പറ്റും എന്നൊരു തോന്നൽ നിനക്ക് വരുന്നുണ്ടെങ്കിൽ അതും നീ ശ്രദ്ധിക്കുക. കാരണം ഫബികുല്ലി ദർറത്തിൻ മിൻഹു ദാലിന് 10 കൊടുത്തിട്ട് ദാ പുള്ളിയുള്ള ദാലല്ല, പുള്ളിയുള്ള ദാലാണ് ദാ. അതിന്റെ അർത്ഥം എന്താ? ഫബികുല്ലി ദർറത്തിൻ അപ്പോൾ ഈ കിതാബിലുള്ള ഓരോ അക്ഷരങ്ങളിലും ഉണ്ട്. ദുർറത്തുൻ ഇവിടെ ദാലിൽ മുഹ്മല പുള്ളില്ലാത്ത ദാലിന് ലൊമ്മ കൊടുത്തു. അതിന്റെ അർത്ഥം വായിദത്തുൻ നഫീസത്തുൻ കൽ ജൗഹറത്തി രത്നം പോലെ വിലമതിക്കാൻ കഴിയാത്ത പല ഫായിദകളും ഓരോ അക്ഷരങ്ങളിലും ഈ കിതാബിലുള്ളതിൽ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ശരിക്കും മനസ്സിലാക്കിക്കോ, ഇത് ചുരുക്കാൻ പറ്റും എന്നൊക്കെ ചിന്തിക്കണ കാര്യത്തെ വളരെ ആലോചിച്ചു നോക്കിക്കോ. പിന്നെ ഈ കിതാബിൽ നമ്മൾ ചിലപ്പോൾ പറയും അൽ അതില്ലത്ത ലക്ഷ്യങ്ങളെ പറയും. ഫീബാദുൽ ഹായിൻ ചില സമയങ്ങളിൽ നമ്മൾ ലക്ഷ്യങ്ങളെയൊക്കെ പറയും. ഇവിടെ ലക്ഷ്യങ്ങൾ നിരത്തുന്നത് എന്തിനായിരിക്കും? ഇമ്മാലി കൗനിക ആ ലക്ഷ്യങ്ങൾ ആയതിന് വേണ്ടി, മുഖററത്തം ബി മശാഹിരിൽ കുത്തുബി പ്രചാരമുള്ള കിതാബുകളിൽ ആ ലക്ഷ്യങ്ങൾ സ്ഥിരപ്പെട്ടതായി അത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയായിരിക്കും ചിലപ്പോൾ നമ്മൾ ഈ ലക്ഷ്യങ്ങൾ പറയുക. അത് ഏത് രൂപത്തിലായിരിക്കും? അലാവജിഹില്ലായബീനോ അത് വന്നിരിക്കെ വ്യക്തമായിട്ടുണ്ടാവില്ല. വ്യക്തമാവാത്ത വഴിയിലൂടെ പ്രചാരമുള്ള കിതാബുകളിൽ ഈ തെളിവുകൾ വന്നിട്ടുണ്ടാകും. അത്തരം തെളിവുകൾ അവിടെ ഉണ്ടായത് കൊണ്ടായിരിക്കും ചില സന്ദർഭങ്ങൾ ഈ കിതാബിലൂടെ ആ തെളിവ് നമ്മൾ പറഞ്ഞുകൊണ്ടുവരിക. അല്ലെങ്കിൽ അവല് ഖറാബത്തില്ലഹ അല്ലെങ്കിൽ ആ ലക്ഷ്യങ്ങൾ വളരെ അപൂർവമായിട്ടുണ്ടായതായിരിക്കും, പെട്ടെന്നാർക്കും തിരിയില്ല. അങ്ങനെ തിരിയാത്തൊരു കാര്യമായിരിക്കും ആ തെളിവ്. ആ കാരണം കൊണ്ടായിരിക്കും ഈ കിതാബിലൂടെ നമ്മൾ കൊണ്ടുവരിക. ആ വൈരിതാനിക്ക ഇതല്ലാത്ത മറ്റു പല കാര്യങ്ങൾക്ക് വേണ്ടിയും ഇതിനെ കൊണ്ടുവരും. അതെന്തിനാലാണ്? മിമ്മ യസ്തഖ്രിജു അന്നദറുൽ മതീനു അതിശക്തമായി ആലോചിക്കുവാൻ കഴിവുള്ള ഒരാള് അതിനെ പുറപ്പെടുവിക്കലിനെ തേടും. അങ്ങനെ പുറപ്പെടുവിക്കലിനെ തേടുന്നതിൽപ്പെട്ടതായിരിക്കും ഇത് രണ്ടുമല്ലാത്ത മറ്റു പലതും അതിനു വേണ്ടി കൊണ്ടുവരും. അത് ഏതുപോലെ എന്ന് ചോദിച്ചാൽ ബയാനുൽ മുദ്റക്കിൽ ഖഫിയെ നിഗൂഢമായി കിടക്കുന്നൊരു ലക്ഷ്യമായിരിക്കും. അതിനെ വിശദീകരിക്കണം.
അതിനൊന്ന് വിശദീകരിക്കുവാൻ വേണ്ടിയിട്ടായിരിക്കും ഇവിടെ കൊണ്ടുവരിക. അങ്ങനെയൊക്കെ ചിലപ്പോൾ ഈ കിതാബിൽ കൊണ്ടുവരും. അൽ-അവ്വലു ആദ്യം പറഞ്ഞത് എന്ന് പറഞ്ഞാൽ പ്രചാരമുള്ള കിതാബുകൾ ഉറച്ചതായിരിക്കുന്ന ദലീലായതുകൊണ്ട് ഈ കിതാബിൽ പറയുമെന്ന് പറഞ്ഞു. അത് കമാഫി ഖൗലിഹി മുസന്നിഫിന്റെ വാക്കിലുള്ളതുപോലെ എവിടെ ബി മബ്ഹസിൽ ഖബർ ഖബറിയ ജുംലയെ കുറിച്ചൊക്കെ ചർച്ച കഴിഞ്ഞു പോയല്ലോ. ആ ഖബറിന്റെ വിശദീകരണത്തിൽ പറഞ്ഞതുപോലെ അങ്ങനെയൊക്കെ പറയാറുണ്ടല്ലോ. ഇല്ല, നേരെ മറിച്ച് ഈ പറഞ്ഞ രൂപത്തിലൊന്നും അല്ലാതെ വെക്കുക. എങ്കിലും യകുൻ ഷൈഉൻ മിനൽ ഖബരി കദിബ കളവിൽ ഖബറിൽ നിന്ന് ഒന്നും തന്നെ ഒരിക്കലും കെതിവായി വരികയില്ലല്ലോ. അപ്പൊ കെതിവായി വരുന്നത് ഉണ്ടല്ലോ. അപ്പൊ ഇതൊക്കെ പറയുന്നത് ഇതിനു വേണ്ടിയിട്ടാണ് പറയുന്നത്. അതുകൊണ്ടാണ് കെതിവായ ഖബർ സാദിഖായ ഖബർ എന്നൊക്കെ ചർച്ച ചെയ്യുന്നുണ്ടല്ലോ. വസ്താനി രണ്ടാമത്തത് ഖറാബത്തായതിന് വേണ്ടി തന്നു. അതേതുപോലെ എന്ന് ചോദിച്ചാൽ കമാ ഫി ഖൗലിഹി മുസന്നിഫിന്റെ വാക്കിലുള്ളതുപോലെ എവിടെ ഫി അദിമി തഅ്സീരി ഫലം വരുത്തൽ ഇല്ല എന്നൊരു വിഷയത്തെ കുറിച്ച് അതും തഅ്സീറിൽ മുസന്നിഫ് പറഞ്ഞല്ലോ. അത്തരം കാര്യങ്ങളിലൊക്കെ ഉള്ളതുപോലെ അതാണ് രണ്ടാമത്തെ ഖറാബത്ത്. ഇതിൽ ഫറളു ബിൽ ഫറളി ഒരു ഫറളിനെ മറ്റൊരു ഫറളുമായുള്ളത് ഒരു ഫറള് മറ്റൊരു ഫറളുമായി എന്താണ് അഷ്ബഹ ഏറ്റവും യോജിച്ചതല്ലേ. ഇതൊക്കെ ഖറാബത്തായിട്ട് കിട്ടും. ഇത്തരം ഖറാബത്തുകൾ വരുമ്പോൾ അതിവിടെ പറഞ്ഞു തരും. വസാലിസ് പിന്നെ മൂന്നാമത്തേതെന്ന് പറഞ്ഞാൽ ഇത് രണ്ടുമല്ലാത്തത് കമാ ഫി ഖൗലിഹി മുസന്നിഫിന്റെ വാക്കിലുള്ളതുപോലെ ഫി മസ്അലത്തി ഖൗലി സ്വഹാബിയായ ഒരാളുടെ ഖൗല് അദ്ദേഹത്തിന്റെ ഖൗലിനെ കുറിച്ചും ചർച്ച പറഞ്ഞിട്ടുണ്ടല്ലോ. ആ മസ്അലയിൽ മുസന്നിഫ് പറഞ്ഞതുപോലെ എന്തിനാൻ ഇർതിഫാഇ സിഖത്തി ബി മദ്ഹബിഹി വാക്ക് എന്ന് പറയുന്ന മസ്അലയിൽ മൂപ്പരിക്കൊരു മദ്ഹബ് ഉണ്ടാകും. അത്തരം മദ്ഹബ് കൊണ്ട് സിഖത്ത് ഉയർന്നു പോയി. അങ്ങനെ ഉയർന്നു പോകുവാനുള്ള കാരണം എന്താണ്? മദ്ഹബ് കൊണ്ട് അത് ഇതിലും യുദ്ധവൻ മദ്ഹബ് ഏടാക്കപ്പെട്ടിട്ടില്ല, അതുകൊണ്ട് ഖൗല് സ്വീകരിക്കുന്നില്ല എല്ലാം നാം പറഞ്ഞില്ലേ. ഇത്തരം കാര്യങ്ങളൊക്കെ വിശദീകരിക്കുവാൻ വേണ്ടിയിട്ട് ഇവിടെ പറയും നമ്മൾ എന്താ ചില സന്ദർഭങ്ങളിൽ ആ വാക്കുകളും ഒഴിഞ്ഞതായിരിക്കുന്ന ആളുകളെ നമ്മൾ ഈ കിതാബിൽ വ്യക്തമാക്കി പറയും. അങ്ങനെ പറയുമ്പോൾ ഹസിബഹുൽ വബിയോ വബി എന്ന് വായിക്കേണ്ടത് ബിൽ വഹദത്തി കൊണ്ടാണ് വായിക്കുക വബിയെ. അപ്പോ വബി എന്ന് പറഞ്ഞാൽ ളായിഫുൽ ഫഹ്മ് മനസ്സിലാക്കാൻ വളരെ കഴിവില്ല, ദുർബല മനസ്സുള്ള ആളാണ്. അത്തരം ആളുകൾ വിചാരിക്കും ഈ പറയുന്നതിനൊക്കെ തൊത്തുബീരൻ അതൊക്കെ നല്ലോണം നീട്ടി പറഞ്ഞല്ലോ എന്ന് വിചാരിച്ചു പോകും. എത്രത്തോളം നീട്ടി? മിലാലി വളരെ മടി വരും, നോക്കി മടി വരും, മടുപ്പ് വരും. അങ്ങനെ മടുപ്പിലേക്ക് കൂട്ടുന്ന വിധം ഇവിടെ നീട്ടിപ്പറഞ്ഞു എന്ന് ചിന്തിക്കുവാൻ കഴിവില്ലാത്ത ആളുകൾ വിചാരിച്ചു പോകും. ഇത്തരം നമ്മള് വാക്കുകൾ പറഞ്ഞ ആളുകളെ ഇവിടെ പറയുമ്പോൾ വമാദറ ആ വബിയ് അറിയൂല അന്നാ നിശ്ചയമായിട്ട് നമ്മൾ ഇന്നമാലിക്ക ഇതിവിടെ പ്രവർത്തിച്ചത് ഏത് ഈ അർബാബുൽ അഖ്വാലിനെ നമ്മൾ പറഞ്ഞത് ലിഗറദിൻ അതൊരാവശ്യത്തിന് വേണ്ടിയാണ്. തഹറകലഹുൽ ഹിമമുൽ അവാലി ഉയർന്നതായിരിക്കുന്ന വലിയ വലിയ ചിന്തകൾ അതിനു വേണ്ടി ഇളകി പുറപ്പെടും എന്നൊരാവശ്യം ഇവിടെയുണ്ട്. അത്തരം ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ഇത് നമ്മളിവിടെ ചെയ്തത് എന്ന് വബിയായ ഒരാൾക്ക് മനസ്സിലാവുകയില്ല. ഫറുബ്ബമ ചിലപ്പോൾ ലം യകുനിൽ ഖൗലു മശ്ഹൂറൻ അമ്മൻ ദകർനാഹു നമ്മൾ പറഞ്ഞ ഒരാൾ ഇവിടെ ഉണ്ട്. അത്തരം ആളുകളെ തൊട്ട് മഷൂർ ആയിരിക്കില്ല, പ്രചാരമുള്ളതാകൂല ഈ പറഞ്ഞ ഖൗല്. അങ്ങനെയും ചിലപ്പോ വരും. ഏതുപോലെ ഫറദുൽ കിഫായത്തി അലാ ഫറദുൽ ഐൻ ഫറദ് ഐനിനേക്കാൾ അഫ്ദലിയത്താണ് ഫറദ് കിഫാ എന്ന കാര്യത്തെ ഉദ്ധരിച്ചത് ആരെ തൊട്ട്? അനിൽ ഉസ്താദ് എന്ന് പറയുന്ന ആളെ തൊട്ട്, വൽ ജുബൈനി എന്ന് പറയുന്ന രണ്ട് ഇമാമിങ്ങളെ തൊട്ടും ഫറദ് ഐനിനേക്കാൾ ശ്രേഷ്ഠത ഫറദ് കിഫായക്കാണ് എന്ന കാര്യം ഉദ്ധരിക്കുന്നതിൽ എന്തോടൊപ്പം ആ വലദിഹി ജുബൈനി ഇമാമിന്റെ കുട്ടി അൽ മഷ്ഹൂർ ദാലിക അൻഹു ആ കുട്ടിയെ തൊട്ടാണ് എന്തെന്നറിയാമോ ഈ വാക്ക് പ്രചാരമായിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ ഉദ്ധരിക്കുന്നത് ഉസ്താദും ജുബൈൻ എന്ന് പറയുന്ന ഈ രണ്ട് മഹാന്മാരെ തൊട്ടായിരിക്കും നമ്മൾ ഉദ്ധരിക്കുക. അവരെ തൊട്ടാണെങ്കിൽ ഈ ഖൗൽ മഷ്ഹൂർ അല്ലതാണ്. ഇങ്ങനെ ചിലപ്പോൾ വരും. മഷ്ഹൂറായി നിൽക്കുന്നത് ജുബൈനി ഇമാമിന്റെ കുട്ടിയെ തൊട്ടായിരിക്കും ഈ വാക്ക്, മുഖർ തൊട്ട് മാത്രമായിരിക്കും. ഇങ്ങനെ ചിലപ്പോഴൊക്കെ വരും. ഇങ്ങനെ പല ആവശ്യങ്ങൾക്കും കൊണ്ടുവരും. ജവാമീൻ എന്ന അവസാനം മുസന്നിഫ് അവറുകൾ ഈ കിതാബിനെ പരിചയപ്പെടുത്തി തരുന്നത്. അല്ലെങ്കിൽ ലൗകാനമൻ ദകർന അൻഹു അല്ലെങ്കിൽ ഒരുത്തരായി ദകർന നമ്മൾ പറഞ്ഞു അൻഹു അവരെ തൊട്ട് ഖൗലൻ
ഒരു വാക്ക് അദ്ദേഹത്തെ തൊട്ട് നമ്മൾ പറഞ്ഞു, അങ്ങനത്തെ ആ ആൾ, അപ്പൊ ആ വാക്ക് പറഞ്ഞ ആൾ അത് ഉസിയ ഇലൈഹി അദ്ദേഹത്തിലേക്ക് ചേർക്കപ്പെട്ടു, അലൽ വഹ്മി ഊഹത്തിന്റെ മേൽ എന്ന് പറഞ്ഞാൽ വലത്തി പിഴച്ചുകൊണ്ട് ചിലപ്പോൾ നമ്മൾ എന്താകുന്നറിയാമോ അയാളിലേക്ക് ചേർക്കപ്പെടും. ശിവാഹു ഇയാളെ തൊട്ട് പറഞ്ഞ വാക്കാണെങ്കിലും അയാളിലേക്ക് പിഴച്ചുകൊണ്ട് അയാളല്ലാത്ത മറ്റൊരാളെ മറ്റൊരു വാക്ക് ഇയാളിലേക്ക് ചേർത്തി നമ്മൾ പറയും. ഏതിലുള്ളതുപോലെ ഖാദിൽ ബാഖില്ലാനിയെ കുറിച്ച് മുസന്നിഫ് അവർ പറഞ്ഞതുപോലെ ഖിയാസ് കൊണ്ട് ലോകത്തിനെ സ്ഥിരപ്പെടുത്താൻ പാടില്ല എന്ന് പറഞ്ഞ കൂട്ടക്കാരുണ്ട്. ആ കൂട്ടക്കാരിൽ ഖാദി ബാഖില്ലാനി എന്നവരുകളെ പറഞ്ഞതുപോലെ വഖദക്കറുൽ ആമിദിയു ആമിദി ഇമാം ഖാദി ബാഖില്ലാൻ അവരുകളെ പറഞ്ഞതോ മിനൽ മുജവ്വിസീന ഖിയാസ് കൊണ്ട് ലോകത്ത് സ്ഥിരപ്പെടാൻ പറ്റും എന്ന് പറഞ്ഞ കൂട്ടത്തിലാണ് എണ്ണിയിട്ടുള്ളത്. എന്നതുപോലെ എന്ത് ചെയ്യുന്നറിയാമോ, ഒരു കൗല് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പറഞ്ഞ ആളെ ചിലപ്പോൾ അയാളിലേക്ക് ഊഹാഭോഗം തെറ്റി പിഴച്ചുകൊണ്ട് അതല്ലാത്തത് കൂട്ടി പറയും. ഇങ്ങനെ വരാറുമുണ്ട്. അതൊക്കെ ചിന്തിക്കാനും ആലോചിക്കുവാനും വേണ്ടി കൊടുക്കുന്ന ഒന്നാണ്. അവക്കാരൽ കുറന്നു അല്ലെങ്കിൽ ആ വിഷയം വയറുതാലിക്ക ഈ പറഞ്ഞ ഒന്നും ഉണ്ടാവൂല. അതെന്തിനാലാണ് വയറുതാലിക്ക മിമ്മ ഒന്നിനാൽ യുധികൃത്ത അമ്മലു ചിന്ത അതിനെ പ്രകടമാക്കി തരും. ലിമൻ ഒരുത്തനുക്ക് അവന്റെ ശക്തി നല്ലോണം അവൻ ഉപയോഗിച്ചു. അങ്ങനെ ഉപയോഗിച്ചെടുക്കുന്ന ആളുകൾക്ക് നല്ല ചിന്ത ഇത് വെളിവാക്കി കൊടുക്കും. അത്ര പല പ്രയോജനം അതുകൊണ്ടുണ്ടാകും. അങ്ങനത്തെ പല കാര്യങ്ങൾക്കുമായിട്ട് ചിലപ്പോൾ ഇങ്ങനെ കൊണ്ടുവരും. ഏതുപോലെ കമാവി ദിക്രി മുസന്നെ പറഞ്ഞതിലുള്ളതുപോലെ ദക്കാക്ക് അല്ലാത്തതിനെ ദക്കാക്കോടുകൂടെ ദക്കാക്ക് അല്ലാത്തതിനെ മുസന്നി പറഞ്ഞതുപോലെ എവിടെ ബിമഫ്ഹൂമിൽ ലഖബി ലഖബിനെ മനസ്സിലാക്കുന്ന കാര്യത്തിൽ. അപ്പൊ ലഖബിന്റെ മഫ്ഹൂമിൽ ദക്കാക്കോടുകൂടെ ദക്കാക്ക് അല്ലാത്തതിനെ പറഞ്ഞിട്ടുണ്ട്. അതെന്തിനാ? തഖ്വിയത്തല്ലഹു ആ ലഖബിനൊന്ന് ശക്തി കൂട്ടാൻ വേണ്ടിയിട്ട്. കമാ തഖദ്ദമ കുല്ലു ദാലിക ഈ പറഞ്ഞ എല്ലാ വിഷയങ്ങളും മുമ്പ് വിഷയങ്ങളോട് ചർച്ച ചെയ്ത് കഴിഞ്ഞതാണ്. അവിടെ മറിച്ച് നോക്കിയാൽ കിട്ടും. ഇങ്ങനെയൊക്കെ കൊണ്ടുവരുന്നത് ബിഹൈസു എന്തിനാണ് ഇങ്ങനെ കൊണ്ടുവരുന്നത് ചോദിച്ചാൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ കാര്യമൊക്കെ നമ്മൾ ചെയ്യുന്നത് ബിഹൈസു ഇന്നാ ജാസിമൂന ബിഅന്ന ഇഖ്തിസാർ ഹാദൽ കിതാബി ഈ പറഞ്ഞ ജമ്മുൽ ജവാം എന്ന് പറയുന്ന കിതാബിനെ ചുരുക്കുക എന്നുള്ളത് മുതഅദ്ദിറുൻ ഇനി വളരെ പ്രയാസമുള്ളതാണ് എന്ന് ഉറപ്പിച്ചുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുന്നത്. പിന്നെ വറൗമുൻ നുഖ്സാനി മിൻഹു അതുപോലെ അവരിൽ നിന്നുള്ളതായ ഈ കിതാബിൽ നിന്നുള്ളതായ ചുരുക്കത്തെ തേടുക എന്നുള്ളതും മുതഅസ്സിറുൻ അത് പ്രയാസമുള്ളതുമാണ്. ഇതിൽ ചുരുക്കമുണ്ടെന്ന് പറയുക അതും മുതഅസ്സിറാണ്. എങ്കിലും അല്ലാഹുമ്മ പടച്ചവനെ എന്ന് പറഞ്ഞിട്ട് പറയുന്ന സ്ഥിതി ഇതുകൊണ്ട് ഇല്ല അയ്യത്തിയ റജുലും മുബ്ദിറുൻ ഇങ്ങനൊന്നും കഴിയൂല. അഥവാ ഇനി പറയുകയാണെങ്കിൽ ഇങ്ങനെ കഴിയുള്ളൂ. റജുലുൻ ഒരു റജുല് കൊണ്ടുവന്നാൽ എങ്ങനത്തെ റജുല് മുബ്ദിറുൻ തബ്ദീർ നടത്തുന്ന റജുല് വേണ്ടതുപോലെ കൈകാര്യം ചെയ്യാത്ത ആളുടെ മുബ്ദിർ എന്ന് പറഞ്ഞാൽ അയ്യങ്കുലു ഷൈഅൻ മിൻ മക്കാനിഹി ഇലാ ഗൈരിഹി ഒരു വസ്തുവിനെ അതിന്റെ സ്ഥാനത്ത് വെക്കേണ്ടടുത്തുനിന്ന് മാറ്റിയിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് നീക്കുക. ഇതാണ് മുബ്ദിർ. ഇങ്ങനത്തെ ഒരാളാണ് കൊണ്ടുവന്നതെങ്കിൽ മുബ്തിറുൻ അതുപോലെ തന്നെ മുബ്തിറായ ഒരാളും കൊണ്ടുവന്നതായ ഒഴികെ മുബ്തിർ എന്ന് പറഞ്ഞാൽ വിത്റായ സ്ഥിതി ചുരുക്കങ്ങളായ സ്ഥിതി ലഫ്ദുകളെ കൊണ്ടുവരിക. ഇങ്ങനെയൊക്കെ കൊണ്ടുവരുന്നവൻ ആയാലൊഴികെ. എന്നാ പിന്നെ ഇവിടെ ചുരുക്കലും അതുപോലെ തന്നെ പ്രയാസമുണ്ടാകുകയില്ല, അതുപോലെ പ്രയാസമാവുകയുമില്ല. ഇങ്ങനത്തെ ആള് ഒഴികെ മറ്റാര് കൊണ്ടുവന്നാലും ഇതൊന്നും ഇവിടെ വരുന്നില്ല. ഇങ്ങനത്തെ ആളാണ് കൊണ്ടുവന്നതെങ്കിൽ ഇതൊക്കെ സംഭവിക്കും. ഉദാഹരണം ഓരോ വാക്കുകൾ പറയുമ്പോൾ ആ വാക്കുകൾ പറഞ്ഞ ആളുകളുണ്ടാകും. അവരുടെ പേരുകളൊക്കെ എന്ത് ചെയ്യുക? അത്തരം പദങ്ങൾ കളയുക. അപ്പൊ ഇന്നോ നിശ്ചയമായിട്ടും കാരണമായ താസറു അലൈഹി അവന്റെ മേൽ പ്രയാസം വരികയില്ല. റോമൻ നുഖ്സാൻ ഇവിടെ ചുരുക്കം തേടുക എന്നുള്ളത് അവനെ സംബന്ധിച്ച് പ്രയാസമില്ല. ലാക്കിൻഹു എങ്കിലും ഇദാ ഫഅല ദാലിക അങ്ങനെ ചെയ്തെങ്ങാനും കൊണ്ടുവന്നാലോ ചുരുക്കം തേടൽ പ്രയാസമില്ല എങ്കിലും ആ വാക്ക് പറഞ്ഞ ആളുടെ പേരൊന്നും പറയാതെ കൊണ്ടുവന്നാൽ ലാ യഫീ ബിമഖ്സൂദിന നമ്മൾ എന്താണോ ഇവിടെ ഉദ്ദേശിച്ചതെങ്കിൽ അത് കിട്ടൂല, പൂർത്തിയായി കിട്ടൂല. അപ്പൊ പേര് പറയേണ്ടി വരും. അപ്പൊ ഇങ്ങനത്തെ ആളുകളാണ് ഇതൊക്കെ കൊണ്ടുവരുന്നത് എങ്കിൽ പിന്നെ പറയാനില്ല. ഇതൊന്നുമല്ലാത്ത രൂപത്തിലാണ് നമ്മൾ ഇതൊക്കെ കൊണ്ടുവന്നത്. അവിടുത്തെ ചുരുക്കവും വേണ്ട
ചുരുക്കത്തെ തേടും വേണ്ട. ഇവിടെ ചുരുക്കം സംഭവിച്ചിട്ടുമില്ല. കിതാബ് അത്രയും നല്ല പരിപൂർണമായ ഗ്രന്ഥമാണ് ഇത്. ഫദൂനക്ക അതുകൊണ്ട് നീ പിടിച്ചോ അയ്യുഖത്താലിബു തേടുന്നവനെ ലിമാ തളമ്മനുഹു മുഖ്തസറുന. നമ്മൾ ഇത്രയൊക്കെ ചുരുക്കി പറഞ്ഞ് നമ്മൾ ഈ ജമ്മുൽ ജവാബ് എന്ന് പറയുന്ന മുഖ്തസറായ ഈ കിതാബ് ഉൾപ്പെടുത്തിയത് എന്താണോ തേടുന്നതെങ്കിൽ ആ തേടുന്നതിനെ നീ മുറുകെ പിടിച്ചാ മുഖ്തസറല്ലന നമുക്ക് ചുരുക്കപ്പെട്ടതായിട്ട് പിടിച്ചോ. ഇത് നമുക്ക് ചുരുക്കപ്പെട്ടതാണ് എന്ന നിലയിൽ മുഖ്തസറിനെ പിടിച്ചോ, നമുക്ക് ചുരുക്കപ്പെട്ടതിന് നീ പിടിച്ചോ. അതെങ്ങനെ ബി അൻവായിൽ മഹാമിദി നല്ല ഇനങ്ങളെ കൊണ്ട് ഹഖീഖൻ യഥാർത്ഥത്തിൽ നല്ല ശ്രദ്ധിക്കപ്പെടുന്ന ഇനങ്ങളെ കൊണ്ട് ചുരുക്കപ്പെട്ടതാണ് ഇത്. ഈ ചുരുക്കപ്പെട്ടതിനെ നീ പിടിച്ചോ. വഅസ്നാവിൽ മഹാസിനി ഖലീഖ യഥാർത്ഥത്തിൽ നല്ല രൂപത്തിലുള്ള സുൻഫുകളാണ്, നല്ല വേലകളാണ്, നല്ല രചനകളാണ്. ഇത്തരം കാര്യങ്ങളെ കൊണ്ടുവന്ന് ചുരുക്കപ്പെട്ടതാണ് കിതാബ്. അതുകൊണ്ട് ഈ ചുരുക്കപ്പെട്ടതിനെ നീ പിടിച്ചോ. കാരണം ലിഅന്നഹു മുസ്തമിറുൻ അലാ മാ യഖ്തളി അൻ യുസ്നാ ലഹി ബിദാലിക. അത്തരം കാര്യങ്ങളെ കൊണ്ടൊക്കെ എന്തൊക്കെ പുകഴ്ത്താൻ പറ്റുന്ന തേടുന്നുണ്ടോ ആ തേടുന്ന എല്ലാ കാര്യത്തിന്റെ മേലും ഈ കിതാബ് ചുറ്റി നിൽക്കുകയാണ്. അപ്പൊ ഈ ജമ്മുൽ ജവാബി നല്ലോണം മനസ്സിലാക്കിക്കോ, ഇതിലൊരു കുഴപ്പവുമില്ല, എല്ലാം ഇതിലുണ്ട്. എന്നിട്ട് മഹാൻ അവർ ദ്വാരിക്കുകയാണ്, ജാനലല്ലാഹു ബിഹി ലിമാ അമൽനാഹു മിൻ കസറത്തിൽ ഇന്തിഫാഇ ബിഹി. അല്ലാഹു സുബ്ഹാനഹു വതആല ഇതുകൊണ്ട് അല്ലാഹു നമ്മളെ ആക്കട്ടെ, അല്ലാഹു നമ്മളെ ആക്കട്ടെ. ഈ കാരണം കൊണ്ടെന്ന് പറഞ്ഞാൽ ലിമാ ഒന്നിനു വേണ്ടി, അമൽനാഹു ഇതിനെ നമ്മൾ നിറച്ചിരിക്കുന്നു. ആ ഒന്ന് എന്തിനാലാണ്? മിൻ കസറത്തിൽ ഇന്തിഫാഇ ബിഹി ഇത്രയും നമ്മൾ ചുരുക്കി ഉണ്ടാക്കിയ എല്ലാ വിഷയവും ഉൾപ്പെടുത്തി 2 ജുസ് ആക്കി കൊണ്ടുവന്ന് ഈ ജമ്മുൽ ജവാബി കൊണ്ട് ഉപകാരം അധികരിക്കലിനെയാണ് നമ്മൾ കൊതിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് നമ്മുടെ കൊതി. അമൽനാഹു നമ്മൾ കൊതിച്ച ഒന്നിനു വേണ്ടി കൊതി ഉപകാരം അധികരിക്കുക എന്നുള്ള ഇതിന് വേണ്ടി ഈ ജമ്മുൽ ജവാബി കൊണ്ട് അല്ലാഹു തആല നമ്മളെ ആക്കട്ടെ. മഅല്ലദീന ഒരു വിഭാഗത്തോടുകൂടെ അൻഅമല്ലാഹു അലൈഹിം അവരുടെ മേൽ അല്ലാഹു തആല അനുഗ്രഹം ചെയ്തിട്ടുണ്ട്. ആരാണവർ? മിനൻ നബിയ്യീന പ്രവാചകർ, വസിദ്ദീഖീന സാദിഖീങ്ങൾ സിദ്ദീഖീങ്ങളായ ആളുകൾ എന്ന് പറഞ്ഞാൽ ഐ അഫാദില സഹാബിൻ നബിയ്യീന ഉന്നതന്മാരായിരിക്കുന്ന നബിയുടെ സ്വഹാബാക്കളിൽ ഉന്നതരായ ആളുകൾ സിദ്ദീഖീങ്ങൾ അവരുടെ കൂടെ. എന്തുകൊണ്ടാണ് അവർക്ക് സിദ്ദീഖ് എന്ന് പറയുന്ന പദവിയും അഫാദിലുകളും ആയത്? മുബാലഗത്തിയും നബിയുടെ ശിഷ്യന്മാരായ സ്വഹാബാക്കൾ വളരെ അധികരിപ്പിച്ചതിന് വേണ്ടി ഫിസ്ദിഖി വത്തസ്ദീഖി നബിയെ കൊണ്ട് വാസ്തവമാക്കുന്നതിലും സത്യം പറയുന്ന കാര്യത്തിലും അത് മാത്രമേ അവർക്കുള്ളൂ. അതെല്ലോണം അവർ കടന്ന് നല്ലോണം ചെയ്തു. അതുകൊണ്ടാണ് അവർ ഉന്നതരായത്. അതുകൊണ്ടാണ് സിദ്ദീഖ് എന്നുള്ള പദവി കിട്ടിയത്. അവരോടുകൂടെയും ശുഹദാക്കളോടുകൂടെയും അയൽ ഖത്ലാബി സബീലില്ല അള്ളാന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്ത് ഷഹീദായ ആളുകൾ അവരോടുകൂടെ, വസ്വാലിഹീന ഇവരൊന്നുമല്ലാത്ത മറ്റ് സാലിഹ്യങ്ങളോടുകൂടെ, വൈരി മൻ ദുഃഖിറ ഇവിടെ പറയപ്പെട്ടതല്ലാത്ത മറ്റു സായികളുണ്ട് അവരോടുകൂടെയും, വഹസ്ന ഉലൈക റഫീഖ കൂട്ടുകാരാവാൻ ഏറ്റവും നല്ലത് ഇവർ മെച്ചമായിരിക്കുന്നു. ഐ റുഫഖ അവിൽ ജന്നത്തി സ്വർഗീയ ആരാമത്തിൽ ഇവരെ കൂടെ കൂടുക എന്നുള്ള മെച്ചമായിരിക്കുന്നു. അതുകൊണ്ട് ഇവരോട് കൂടെ അള്ളാഹു നമ്മൾ ഈ ചെയ്തതായിരിക്കുന്ന തസ്നീഫ് കൊണ്ട് നമ്മെ അള്ളാഹു തആല ഉൾപ്പെടുത്തുമാറാവട്ടെ. അതെങ്ങനെയാ? സ്വർഗീയ ആരാമത്തിൽ നമ്മൾ സുഖം തേടുക. എന്തുകൊണ്ട്? ബിറുഇയ്യത്തിയും ഈ മഹാരഥന്മാരായ ആളുകളെ നമ്മൾ കാണൽ കൊണ്ട്, വസിയാറത്തിയും അവരെ സന്ദർശിക്കൽ കൊണ്ട്, വൽ ഹുദൂരി മഅഹും അവരോടുകൂടെ സന്നിഹിതരാവുക എന്നതുകൊണ്ടാണ് സ്വർഗീയ ആരാമത്തിൽ വെച്ച് ഇവരെ കൂടെ കൂടുക എന്നുള്ളത് ഉണ്ടാവുക, കൂട്ടുകാരാവുക. അതാണ് നമ്മൾ തേടിക്കൊണ്ടിരിക്കുന്ന സുഖം. അതുകൊണ്ട് ആ കാര്യം നേടിയെടുക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. വഇൻകാന മഖർറുഹും ബി ദറജാത്തിൻ ആലിയ ഉയർന്നൊരു പദവിയിലാണ് ഈ മഹാന്മാരൊക്കെ എങ്കിലും ബിനിസ്ബത്തി ഇലാ ഗൈരിഹിം നമ്മയെപ്പോലെയുള്ള ആളുകളിലേക്ക് ചേർത്തി വെക്കുമ്പോൾ ഈ മഹാരഥന്മാരൊക്കെ ഉയർന്ന പദവിയിലാണ്. അങ്ങനെയാണെങ്കിൽ പോലും ഇവർ കൂടെ കൂടാൻ കഴിയും, സിയാറത്ത് സന്ദർശിക്കാൻ കഴിയും, കാണാനൊക്കെ കഴിയുമല്ലോ. വമിൻ ഫദ്ലില്ലാഹി തആല അലാ ഗൈരിഹിം ഇവരല്ലാത്ത മറ്റ് ആളുടെ മേൽ അല്ലാഹു തആല ഔദാര്യം ചെയ്തതിൽ പെട്ടതാണ്. ഏതുപോലെ കമാ ഖാലു ഇബ്നു അത്തിയ തങ്ങൾ അതിനെ പറഞ്ഞതുപോലെ എന്ത്? അന്നഹു നിശ്ചയമായിട്ടും കാര്യം ഖദ് റുസിഖർ റിള എന്ന് പറയും പൊരുത്തം അവർക്ക് നൽകപ്പെട്ടിട്ടുണ്ട്. ബിഹാലിഹി അവരുടെ അവസ്ഥ കൊണ്ട്, വദഹബ അൻഹു അതുപോലെ തന്നെ അവരെ തൊട്ട് നീങ്ങിപ്പോയി എന്ത്? അൻയതഖിദ അന്നഹു മഖ്ലൂലൻ അദ്ദേഹം എന്താണ് ഉന്നതനാക്കപ്പെട്ട ആളാണെന്നൊരു വിശ്വാസം പോലും അദ്ദേഹത്തെ തൊട്ട് നീങ്ങിപ്പോയി. യഥാർത്ഥത്തിൽ അങ്ങനെയാണെങ്കിലും അതുവരെ നീങ്ങിപ്പോയി. അത്രയൊക്കെ കാര്യങ്ങൾ നൽകിയ മഹാന്മാരുണ്ട്.
ഇൻദിഫാഅൻ ലിൽ ഹസ്റതി ബിൽ ജന്നത്തി അല്ലതി തഖ്തലിഫുൽ മറാതു ഫീഹാ ലാ ഖദ്റൽ അഅമാലി. അമലുകളുടെ കണക്കനുസരിച്ചുകൊണ്ട് സ്വർഗീയ ആരാമത്ത് സ്റ്റാൻഡേർഡ് വ്യത്യാസമാകും. അങ്ങനെ വ്യത്യാസമാകുന്ന രീതിയിൽ ഉള്ള നഷ്ടമുണ്ട്. അത്തരമൊരു നഷ്ടത്തെ ഇല്ലാതെയായത് കൊണ്ടാണ് ഇതൊക്കെ നീങ്ങിപ്പോയത്. വഅലാ ഖദ്രി ഫദ്ലില്ലാഹി തആല ലാ മൻ യശാ. അല്ലാഹു തആല ഉദ്ദേശിച്ചവരുടെ മേലിൽ അല്ലാഹു തആലയുടെ ഔദാര്യത്തിന്റെ കണക്കുകളുണ്ട്. അതനുസരിച്ച് ആ സ്ഥാനമാറ്റങ്ങൾ വരിക. ഇങ്ങനെ വരുമ്പോൾ സ്വർഗത്തിൽ അവർക്ക് പ്രവേശനമുണ്ടാകുമ്പോൾ നഷ്ടമുണ്ട്. ആ നഷ്ടം ഇവിടെ ഇല്ലാതെയായി. ഇത്രക്ക് ആദരിച്ചവരും ആ കൂട്ടത്തിൽ അല്ലാഹു തആല ചെയ്ത ഔദാര്യമുണ്ടവിടെ. അതുകൊണ്ട് അല്ലാഹുമ്മ പടച്ചവനെ യാദൽ ഫദ്ലില്ലതയും വണ്ണമായ ഔദാര്യത്തിന്റെ ഉടമയായ തമ്പുരാനെ, തഫല്ലൽ അലൈനാ ഞങ്ങളെ മേൽ നീ ഫദ്ല് ചെയ്യണേ തമ്പുരാനെ, ബിൽ അഫ്വി എല്ലാ മാപ്പ് കൊണ്ടും, വറുബ്ബമാ തശാഉ മിനൻ നഈമി ഫദ്ലിക നിന്റെ ഔദാര്യം കൊണ്ട് നീ അനുഗ്രഹിക്കുന്ന ആളുകളുണ്ടാകും. അത്തരം അനുഗ്രഹങ്ങളിൽ നിന്ന് നീ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഏതൊക്കെയുണ്ടോ അതുകൊണ്ടും ഞങ്ങൾക്ക് നീ ഔദാര്യം നൽകണേ. വറഹ്മതിക നിന്റെ കാരുണ്യം കൊണ്ടും നീ ഞങ്ങൾക്ക് ഔദാര്യം നൽകണേ. യാ റബ്ബൽ ആലമീൻ സർവ്വലോക രക്ഷിതാവായ അല്ലാഹുവേ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാഹ്. അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് നമ്മുടെ ഉമർ ഉസ്താദിന്റെ അശ്രാന്ത പരിശ്രമം കൊണ്ട് ഈ ജമ്മൊന്ന് രണ്ടാമത്തെ ക്ലാസ് എടുത്തു തരണം. അത് അത്യാവശ്യമാണ്, നിങ്ങൾ എടുത്തേ പറ്റൂ എന്നുള്ള ഒരു സമ്മർദ്ദം ബഹുമാനപ്പെട്ട ഉമർ മുസ്ലിയാർ നൽകി. ഞാൻ മടിച്ചെങ്കിലും പിന്നെ അദ്ദേഹത്തിന്റെ ആശകളും അദ്ദേഹം ഗ്രൂപ്പിലൂടെ ആഡ് ചെയ്യുകയും ചെയ്തപ്പോൾ ഞാൻ അതിനു വേണ്ടി തുനിഞ്ഞിരുങ്ങി. ബിമഹദി ഫദ്ലില്ലാ അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് 112ാമത്തെ ക്ലാസ്സോടുകൂടി മഹാന്മാരുടെ ബർക്കത്ത് കൊണ്ട് അഭിവന്യ ഗുരുവര്യന്മാരുടെ ഫദ്ൽ കൊണ്ടൊക്കെ ഞാനിതാ ഇന്നത്തോടുകൂടി 112ാമത്തെ ക്ലാസ്സോടുകൂടി ജമ്മ് അവസാനിപ്പിച്ചിരിക്കുകയാണ്. നിങ്ങളെല്ലാവരും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. ഇതുവരെ എടുത്ത ക്ലാസ്സുകളിൽ വല്ല പിഴവുകളും വരാമല്ലോ. ലൈഫായി അടിമയാണ്, ബുദ്ധി കുറഞ്ഞ അടിമയാണ്, വിവരമില്ലാത്ത അടിമയാണ്. എന്നിരുന്നാലും ഞാൻ നിങ്ങളെപ്പോലൊരു പഠിതാവുക എന്ന ലക്ഷ്യത്തിൽ മുത്താല ചെയ്തുകൊണ്ട് നിങ്ങളെ കൂടി ഞാൻ പഠിച്ചതാണ്. ആ പഠിപ്പും അതുപോലെ വീണ്ടും പഠിക്കുവാനും ഇനിയും ഇതുപോലെ പ്രഭകൾ ചൊരിയുവാനും പ്രഭ നമുക്ക് കിട്ടുവാനും അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നിങ്ങളെല്ലാവരും ഈ സാധുവായി എനിക്കും കുടുംബത്തിനു വേണ്ടി പ്രാർത്ഥിക്കണം. ഇഹപര വിജയത്തിന് വേണ്ടി ഒരുപാട് നല്ല ഉദ്ദേശങ്ങളുണ്ട്. അതൊക്കെ വളരെ പ്രയാസമില്ലാതെ നിറവേറേണ്ടതുണ്ട്. ഇനിയും നമുക്ക് ഇൻഷാ അല്ലാഹ് ഈ ഗ്രൂപ്പിലൂടെ സന്ധിക്കുവാനും സംസാരിക്കുവാനും അള്ളാഹു തൗഫീഖ് നൽകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി എന്റെ ഈ ക്ലിപ്പ് എന്റെ പണ്ഡിതന്മാരിലേക്കും സുഹൃത്തുക്കളിലേക്കും ഞാൻ ഇത് വിട്ടുകൊണ്ട് അവസാനിപ്പിക്കട്ടെ. ആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ബിഫദ്ലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم. صل على جميع الأنبياء والمرسلين. الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.